സൃഷ്ടിയുടെ തുടക്കത്തിൽ പ്രപഞ്ചത്തിന്റെ നാഥൻ ആരാണെന്നതിനെ ചൊല്ലി സ്രഷ്ടാവായ ബ്രഹ്മാവും സംരക്ഷകനായ വിഷ്ണുവും തമ്മിലൊരു തർക്കമുണ്ടായി. താനാണ് വലിയവനെന്ന് രണ്ടുപേരും വാദിച്ചു. ഈ തർക്കം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് അവർക്കിടയിൽ ആകാശത്തോളം ഉയരമുള്ള ഒരു വലിയ അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. ഈ സ്തംഭത്തിന്റെ ആദിയും അന്തവും എവിടെയാണെന്ന് കണ്ടെത്താൻ രണ്ടുപേരും തീരുമാനിച്ചു. വിഷ്ണു ഭഗവാൻ ഒരു വരാഹത്തിന്റെ രൂപമെടുത്ത് പാതാളത്തിലേക്ക് പോയി. ബ്രഹ്മാവ് ഒരു അന്നപ്പക്ഷിയുടെ രൂപമെടുത്ത് ആകാശത്തിന്റെ മുകളിലേക്കും പറന്നു. ആയിരക്കണക്കിനു വർഷങ്ങൾ അവർ തിരഞ്ഞു. എന്നാൽ വിഷ്ണുവിന് അതിന്റെ അന്ത്യം കണ്ടെത്താനായില്ല. അദ്ദേഹം തന്റെ പരാജയം സമ്മതിച്ച് തിരിച്ചുവന്നു. എന്നാൽ ബ്രഹ്മാവ് താൻ മുകൾ ഭാഗം കണ്ടുവെന്ന് വിഷ്ണുവിനോട് കള്ളം പറഞ്ഞു. പെട്ടെന്ന് ആ അഗ്നിസ്തംഭം പിളരുകയും അതിനുള്ളിൽ നിന്ന് തേജസ്വിയായ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. സത്യം മറച്ചുവെച്ചതിന് ബ്രഹ്മാവിനെ ശകാരിക്കുകയും വിനയത്തോടെ സത്യം സമ്മതിച്ച വിഷ്ണുവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ജനനമോ മരണമോ ഇല്ലാത്ത, ആദിയും അന്തവും ഇല്ലാത്ത പരമശിവന്റെ ഈ രൂപമാണ് ലിംഗോദ്ഭവം എന്നറിയപ്പെടുന്നത്. ഈ കഥയാണ് ശിവൻ എല്ലാവർക്കും മുകളിലുള്ള പരബ്രഹ്മമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തത്.